എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള എക്കണോമിക്സിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. ആദ്യത്തെ ടോപ്പിക്ക് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റാണ് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായ എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകുമെന്നും എല്ലാ ഉൽപ്പാദനശാലകളും അവയുടെ പൂർണ്ണക്ഷമതയിൽ പ്രവർത്തിക്കുമെന്നുമായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ കെയ്ൻസിന് മുൻപുള്ള പ്രബലമായ ചിന്ത. ഈ ചിന്താധാര അറിയപ്പെടുന്നതാണ് ക്ലാസിക്കൽ സമ്പ്രദായമെന്ന്. എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായ എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകുമെന്നും എല്ലാ ഉൽപ്പാദനശാലകളും അവയുടെ പൂർണ്ണക്ഷമതയിൽ പ്രവർത്തിക്കുമെന്നുമായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ കെയ്ൻസിന് മുമ്പുണ്ടായിരുന്ന പ്രബലമായ ചിന്ത. ഈ ചിന്താധാര അറിയപ്പെടുന്ന പേരാണ് ക്ലാസിക്കൽ സമ്പ്രദായമെന്ന്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഉൽപ്പാദനവും തൊഴിലും ഗണ്യമായി കുറയുന്നതിന് കാരണമായ മഹാമാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത് 1929. എന്താ പറഞ്ഞത്? യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഉൽപ്പാദനവും തൊഴിലും ഗണ്യമായി കുറയുന്നതിന് കാരണമായ മഹാമാന്ദ്യം അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത് 1929. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ചരക്കുകളുടെ കമ്പോളചോദനം കുറയുകയും തൊഴിൽശാലകൾ നിർജ്ജീവമാവുകയും ആളുകൾക്ക് വ്യാപകമായി തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. എന്തിൻ്റെ ഭാഗമായിട്ട്? 1929 മഹാമാന്ദ്യത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ മഹാമാന്ദ്യത്തിൻ്റെ ഭാഗമായിട്ട് ചരക്കുകളുടെ കമ്പോളചോദനം കുറയുകയും തൊഴിൽശാലകൾ നിർജ്ജീവമാവുകയും ആളുകൾക്ക് വ്യാപകമായി തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് തൊഴിലില്ലായ്മ നിരക്ക്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. അപ്പോൾ അത് നമ്മളെങ്ങനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ തൊഴിൽ ഇല്ലാത്തവരും തൊഴിലന്വേഷകരുമായ ആളുകളുടെ എണ്ണത്തെ തൊഴിലുള്ളവരുടെയും തൊഴിലന്വേഷിക്കുന്നവരുടെയും എണ്ണം കൊണ്ട് ഹരിച്ചാണ്. അപ്പോൾ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അതായത് തൊഴിലില്ലായ്മ നിരക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ ഇല്ലാത്തവരും തൊഴിലന്വേഷകരുമായ ആളുകളുടെ എണ്ണത്തെ തൊഴിലുള്ള ആൾക്കാരുടെയും അതുപോലെ തന്നെ തൊഴിലന്വേഷിക്കുന്നവരുടെയും എണ്ണം കൊണ്ട് ഹരിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ്, സമ്പദ്ഘടനയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കേണ്ടതും അവ വ്യാഖ്യാനിക്കേണ്ടതും ആവശ്യമായി വന്നു. കെയ്ൻസിൻ്റെ ഗ്രന്ഥം ഈ ദിശയിലുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കെയ്ൻസിനെ കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പദ്ഘടനയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കേണ്ടതും അവ വ്യാഖ്യാനിക്കേണ്ടതും ആവശ്യമായി വന്നു. കെയ്ൻസിൻ്റെ, അതായത് ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ ഗ്രന്ഥം ഈ ദിശയിലുള്ള ഒരു ശ്രമമായിരുന്നു. അടുത്തൊരു ഫാക്റ്റ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ പ്രധാനമായി 4 തരംതിരിക്കാം. ഉൽപ്പാദന മേഖല, അതുപോലെ തന്നെ ഗാർഹിക മേഖല, അതായത് ഹൗസ് ഹോൾഡ്, പിന്നെ ഗവൺമെൻറ് മേഖല, പിന്നെ 4ാമത്തത് അന്തർദേശീയ മേഖല അഥവാ വിദേശ മേഖല, എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ പ്രധാനമായിട്ട് 4 തരംതിരിക്കാൻ പറ്റും. ഉൽപ്പാദന മേഖല, ഗാർഹിക മേഖല, ഗവൺമെൻറ് മേഖല, അതുപോലെ തന്നെ 4ാമത്തത് അന്തർദേശീയ മേഖല ഓർ വിദേശ മേഖല. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ 4 മേഖലകളെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിലാദ്യമായിട്ട് ഉൽപ്പാദന മേഖല. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഉൽപ്പാദന മേഖല. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്ന മേഖല കൂടിയാണിത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ ഫാക്റ്റ്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉൽപ്പാദന മേഖല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്ന മേഖല കൂടിയാണ് ഉൽപ്പാദന മേഖല. അടുത്തൊരു ഫാക്റ്റ്, സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം നികുതി അടയ്ക്കുന്ന ഗവൺമെൻറ് മേഖലയാണ് ഉൽപ്പാദന മേഖല. അപ്പോൾ ഇതിൽ നികുതി അടയ്ക്കുന്ന എന്നൊരു ടേം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ നികുതി അടയ്ക്കുന്ന ഗവൺമെൻറ് മേഖല കൂടിയാണ് ഉൽപ്പാദന മേഖല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉൽപ്പാദന മേഖലയുടെ എന്താ പറയുക, 3 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഉൽപ്പാദന മേഖല. അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്ന മേഖലയാണ്. പറഞ്ഞ ഫാക്റ്റ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ
നികുതി അടയ്ക്കുന്ന ഗവൺമെൻറ് മേഖല കൂടിയാണ് ഈ ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു മേഖലയാണ് ഗാർഹിക മേഖല, അതായത് ഹൗസ് ഹോൾഡ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ രണ്ടാമത്തെ പ്രധാന മേഖലയാണ് ഗാർഹിക മേഖല അഥവാ ഉപഭോഗ മേഖല. അപ്പോൾ നമ്മുടെ ഗാർഹിക മേഖലയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ഉപഭോഗ മേഖല എന്ന് പറയും. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഗാർഹിക മേഖല അഥവാ ഉപഭോഗ മേഖല. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, വ്യക്തികളുടെ സംഗമം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണിത്. അപ്പോൾ ഗാർഹിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുടെ സംഗമം ഉൾപ്പെടുന്ന ഒരു സാമ്പത്തിക മേഖലയാണിത്. അടുത്തൊരു ഫാക്റ്റ്, ഉപഭോഗം, സമ്പാദ്യം, ഗവൺമെൻറ്റിലേക്കുള്ള നികുതി എന്നിവയ്ക്ക് ഇവരുടെ വരുമാനം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്, ഉപഭോഗം, സമ്പാദ്യം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്കുള്ള നികുതി എന്നിവയ്ക്ക് ഇവരുടെ വരുമാനം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 3 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ രണ്ടാമത്തെ പ്രധാന മേഖലയാണ് ഗാർഹിക മേഖല. അതിന് മറ്റൊരു പേരാണ് ഉപഭോഗ മേഖല എന്നത്. അതുപോലെ തന്നെ വ്യക്തികളുടെ സംഗമം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് നമ്മുടെ ഈ ഗാർഹിക മേഖല. അപ്പോൾ ഗാർഹിക മേഖല എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് തുറന്ന സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. അതെന്താണെന്ന് ജസ്റ്റ് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സമ്പദ് വ്യവസ്ഥ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അറിയപ്പെടുന്നതാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ, അതായത് ഓപ്പൺ എക്കോണമി. എന്താ പറഞ്ഞത്, ഒരു സമ്പദ് വ്യവസ്ഥ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ, അതായത് ഓപ്പൺ എക്കോണമി എന്ന്. നെക്സ്റ്റ്, മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടാത്ത സമ്പദ് വ്യവസ്ഥയാണ് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ ഓർ ക്ലോസ്ഡ് എക്കോണമി. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുറന്ന സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് പറയാനുള്ള 2 മേഖലകൾ കൂടി ചർച്ച ചെയ്യാം. നമ്മൾ ഉൽപ്പാദന മേഖലയും ഗാർഹിക മേഖലയും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ഉള്ളത് ഗവൺമെൻറ് മേഖലയും അന്തർദേശീയ മേഖലയുമാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് ഗവൺമെൻറ് മേഖല. അപ്പോൾ അതിലാദ്യത്തെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുകയും സാമ്പത്തിക വളർച്ചയുടെ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മേഖലയാണ് ഗവൺമെൻറ് മേഖല. ഒന്നുകൂടി പറയാം, സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുകയും സാമ്പത്തിക വളർച്ചയുടെ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മേഖലയാണ് ഗവൺമെൻറ് മേഖല എന്നത്. ഇനി അടുത്തതായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ നോക്കാം. അപ്പോൾ ഗവൺമെൻറ്റിന് പ്രധാനമായി 4 ചുമതലകളാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ഒന്നാമത്തേത് നികുതി ചുമത്തുക എന്നത്. 2, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന മേഖലകൾ വികസിപ്പിക്കുക. 3, ഉൽപ്പാദന മേഖലയിൽ നിന്ന് സേവനങ്ങൾ വാങ്ങുക. നെക്സ്റ്റ്, കാർഷിക വ്യാവസായിക പുരോഗതിക്ക് വേണ്ടി സബ്സിഡി, താങ്ങുവില തുടങ്ങിയ ഉത്തേജക നടപടികൾ കൈക്കൊള്ളുക എന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് പ്രധാനമായി 4 ചുമതലകളുണ്ട്. നികുതി ചുമത്തുക 1, രണ്ടാമത്തേത് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന മേഖലകൾ വികസിപ്പിക്കുക. പിന്നെ പറഞ്ഞത് ഉൽപ്പാദന മേഖലയിൽ നിന്ന് സേവനങ്ങൾ വാങ്ങുക. പിന്നെ പറഞ്ഞ കാർഷിക വ്യാവസായിക പുരോഗതിക്ക് വേണ്ടി സബ്സിഡി, താങ്ങുവില തുടങ്ങിയ ഉത്തേജക നടപടികൾ കൈക്കൊള്ളുക എന്നിങ്ങനെ. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു മേഖലയാണ് അന്തർദേശീയ മേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വരാത്ത മേഖലയാണ് അന്തർദേശീയ മേഖല. അപ്പോൾ അന്തർദേശീയ മേഖല എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വരാത്ത മേഖലയാണത്. നെക്സ്റ്റ്, ആധുനിക സമ്പദ് വ്യവസ്ഥകൾ എല്ലാം തന്നെ തുറന്ന സമ്പദ് വ്യവസ്ഥകളാണ്. അപ്പോൾ ആധുനിക സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ അതൊരു തുറന്ന സമ്പദ് വ്യവസ്ഥയിൽപ്പെടുന്നു. നെക്സ്റ്റ്, ഇത്തരം സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ സേവനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ സേവനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഈ അന്തർദേശീയ വ്യാപാരത്തിൽ നമുക്ക് 2 തരത്തിൽ ഉണ്ട്. ഒന്നാമത്തേത്, ഒരു രാഷ്ട്രം മറ്റ് രാഷ്ട്രങ്ങൾക്ക് ആഭ്യന്തര സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ഇതിനെ കയറ്റുമതി എന്ന് പറയുന്നു. പിന്നെ ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ മറ്റു രാഷ്ട്രത്തിൽ നിന്ന് ആഭ്യന്തര സമ്പദ്ഘടനയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ഇതിനെ ഇറക്കുമതി എന്ന് പറയുന്നു.
അപ്പോൾ അന്തർദേശീയ വ്യാപാരം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കയറ്റുമതി, ഒന്ന് ഇറക്കുമതി. കയറ്റുമതി എന്താണെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങൾക്ക് ആഭ്യന്തര സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. അപ്പോൾ വിൽക്കുമ്പോൾ നമുക്ക് കയറ്റുമതി എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞത് ഇറക്കുമതി, അതായത് മറ്റു രാഷ്ട്രത്തിൽ നിന്ന് ആഭ്യന്തര സമ്പദ്ഘടനയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, അതായത് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇറക്കുമതി എന്ന് പറയുന്നു. നെക്സ്റ്റ്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് മൂലധനം ആഭ്യന്തര സമ്പദ്ഘടനയിലേക്കും ആഭ്യന്തര സമ്പദ്ഘടനയിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചും മൂലധന പ്രവാഹം, അതായത് ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാകുന്നു. ആ ഒരു ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ്? വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് മൂലധനം ആഭ്യന്തര സമ്പദ്ഘടനയിലേക്കും ആഭ്യന്തര സമ്പദ്ഘടനയിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചും മൂലധന പ്രവാഹം ഉണ്ടാകുന്നു. മൂലധന പ്രവാഹത്തിൻ്റെ ഇംഗ്ലീഷ് ടൈമാണ് ക്യാപിറ്റൽ ഫ്ലോ എന്നത്. ഇനി പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ എന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതര രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധമുള്ള സമ്പദ് വ്യവസ്ഥയാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതര രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധമുള്ള സമ്പദ് വ്യവസ്ഥയെ നമ്മൾ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു. നെക്സ്റ്റ്, സാധനങ്ങൾ, സേവനങ്ങൾ, ധനകാര്യ ആസ്തികൾ തുടങ്ങിയവയിൽ പുറം രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണിത്. സാധനങ്ങൾ, സേവനങ്ങൾ, ധനകാര്യ ആസ്തികൾ തുടങ്ങിയവയിൽ പുറം രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയെയാണ് ഈ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ളൊരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ആധുനിക രാജ്യങ്ങൾ തമ്മിലുള്ള പുറം ബന്ധം സൃഷ്ടിക്കപ്പെടുന്നത് പ്രധാനമായി 3 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന് ഉൽപ്പന്ന കമ്പോളം, അതായത് ഔട്ട്പുട്ട് മാർക്കറ്റ്. പിന്നെ ധനകാര്യ കമ്പോളം, അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. പിന്നെ തൊഴിൽ കമ്പോളം, അതായത് ലേബർ മാർക്കറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 3 മാർഗം, അതായത് ഉൽപ്പന്ന കമ്പോളം, ധനകാര്യ കമ്പോളം, തൊഴിൽ കമ്പോളം എന്നിവയിലൂടെയാണ് ആധുനിക രാജ്യങ്ങൾ തമ്മിലുള്ള പുറം ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്കിനി ഈ 3 കമ്പോളങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ ഉൽപ്പന്ന കമ്പോളം, അതായത് ഔട്ട്പുട്ട് മാർക്കറ്റ്. രാജ്യങ്ങൾക്ക് പരസ്പരം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കച്ചവടത്തിൽ ഏർപ്പെടാവുന്നതാണ്. എന്താണ്? രാജ്യങ്ങൾക്ക് പരസ്പരമായിട്ട് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കച്ചവടത്തിൽ ഏർപ്പെടാൻ സാധിക്കും. പിന്നീടുള്ളൊരു ഫാക്റ്റ്, തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമോ വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങണമോ എന്ന് പ്രവർത്തിക്കാനും ചിന്തിക്കാനും അവസരങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും തിരഞ്ഞെടുക്കാനുള്ള അവസരമേകുന്നു. അപ്പോൾ ഈ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമോ വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങണമോ എന്ന് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒരു ഉൽപ്പന്ന കമ്പോളം അവസരം നൽകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നു. അപ്പോൾ നമ്മൾ ഉൽപ്പന്ന കമ്പോളത്തെക്കുറിച്ച് 2 ഫാക്റ്റ് പഠിച്ചു. ഒന്നാമത്തെ ഫാക്റ്റ്, രാജ്യങ്ങൾക്ക് പരസ്പരം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കച്ചവടത്തിൽ ഏർപ്പെടാൻ സാധിക്കും. പിന്നീട് പറഞ്ഞത് നമ്മൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമോ അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് വാങ്ങണമോ എന്ന് പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള അവസരം ഉൽപ്പന്ന കമ്പോളം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇത് നൽകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കമ്പോളം എന്താണെന്നുണ്ടെങ്കിൽ ധനകാര്യ കമ്പോളമാണ്, അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾക്കും കമ്പനികൾക്കും മറ്റു രാജ്യത്തിൽ നിന്ന് ധനകാര്യ ആസ്തികൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾക്കും കമ്പനികൾക്കും മറ്റു രാജ്യത്തിൽ നിന്നും ധനകാര്യ ആസ്തികൾ വാങ്ങാൻ സാധിക്കും. പിന്നത്തെ ഒരു ഫാക്റ്റ്, സ്വദേശ ആസ്തികളിലും വിദേശ ആസ്തികളിലും നിക്ഷേപം നടത്താൻ ഇത് നിക്ഷേപകർക്ക് അവസരമേകുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തികൾക്കും കമ്പനികൾക്കും മറ്റു രാജ്യത്തിൽ നിന്ന് ധനകാര്യ ആസ്തികൾ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വദേശ ആസ്തികളിലും വിദേശ ആസ്തികളിലും നിക്ഷേപം നടത്താൻ ഇത് നിക്ഷേപകർക്ക് അവസരം നൽകുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് തൊഴിൽ കമ്പോളമാണ്, അതായത് ലേബർ മാർക്കറ്റ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ എവിടെ തൊഴിൽ ചെയ്യണമെന്ന്, അതായത് വിദേശത്താണോ സ്വദേശത്താണോ എന്ന് തൊഴിലാളികൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, രാജ്യങ്ങൾക്കിടയിലുള്ള തൊഴിലാളികളുടെ സ്വതന്ത്രമായ നീക്കത്തെ വിവിധ ഇമിഗ്രേഷൻ നിയമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതര രാജ്യങ്ങളുമായുള്ള ചരക്ക് കച്ചവടവും ധനനിക്ഷേപവും സംബന്ധിച്ച ക്രയവിക്രയങ്ങളെ നമുക്ക് തുറന്ന കമ്പോളം എന്ന് പറയാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഈ പറഞ്ഞ 3 ഫാക്ടർ റിപ്പീറ്റ് ചെയ്യാം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ എവിടെ തൊഴിൽ ചെയ്യണമെന്ന്, അതായത് നമ്മുടെ വിദേശത്താണോ സ്വദേശത്താണെന്ന് തൊഴിലാളികൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിലുള്ള തൊഴിലാളികളുടെ സ്വതന്ത്രമായ നീക്കത്തെ വിവിധ ഇമിഗ്രേഷൻ നിയമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ പറഞ്ഞത് തുറന്ന കമ്പോളവുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റാണ്. അതായത് ഇതര രാജ്യങ്ങളുമായുള്ള ചരക്ക് കച്ചവടവും ധനനിക്ഷേപവും സംബന്ധിച്ച ക്രയവിക്രയങ്ങളാണ് തുറന്ന കമ്പോളം. നിങ്ങൾക്ക് അടുത്ത ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സാധന സേവന വ്യാപാരത്തിന് അറിയപ്പെടുന്നതാണ് അന്താരാഷ്ട്ര വ്യാപാരമെന്ന്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ്. രാജ്യങ്ങൾ തമ്മിലുള്ള സാധന സേവന വ്യാപാരത്തിന് അറിയപ്പെടുന്നതാണ് ഇൻ്റർനാഷണൽ ട്രേഡ് അഥവാ അന്താരാഷ്ട്ര വ്യാപാരമെന്ന്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഉദാരവൽക്കരണം എന്ന പുത്തൻ സാമ്പത്തിക നയം അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക നയമാണ് ഉദാരവൽക്കരണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ മൊത്തം ചോദനത്തെ അന്താരാഷ്ട്ര വ്യാപാരം കൊണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം 2 രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി, പിന്നത്തെ ഒരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള കയറ്റുമതി. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ചോദനത്തെ അന്താരാഷ്ട്ര വ്യാപാരം 2 രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി, അതായത് ഈ ഇറക്കുമതി വഴി ഇന്ത്യയിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നു. ഇത് തദ്ദേശ ഉൽപ്പന്നങ്ങളുടെ ചോദനം കുറയ്ക്കുന്നതിന് ഇടയാക്കുന്നു. അപ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ ചോദനം കുറയ്ക്കുന്നതിന് ഇത് ഇടയാക്കുന്നു. പിന്നീട് പറഞ്ഞ ഒരു ഫാക്റ്റാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള കയറ്റുമതി. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തേക്കുള്ള പണപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ മൊത്തം ചോദനത്തെ കൂട്ടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ മൊത്തം ചോദനത്തെ അന്താരാഷ്ട്ര വ്യാപാരം 2 രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. ഒന്ന് ഇറക്കുമതി വഴിയും ഒന്ന് കയറ്റുമതി വഴിയും. ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ ചോദനം കുറയുന്നു. ഇനി അതല്ലാതെ കയറ്റുമതി, അതായത് വിദേശത്തേക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കയറ്റുമതി ചെയ്ത് പോകുമ്പോൾ എന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ മൊത്തം ചോദനത്തെ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ഫാക്റ്റ്, ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയിൽ ഇറക്കുമതികളും കയറ്റുമതികളും മൊത്തം ചോദനത്തെ സ്വാധീനിക്കുന്നു. ഇറക്കുമതികൾ മൊത്തം ചോദനത്തെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കയറ്റുമതികൾ മൊത്തം ചോദനത്തെ കൂട്ടുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയിൽ ഇറക്കുമതികളും കയറ്റുമതികളും മൊത്തം ചോദനത്തെ സ്വാധീനിക്കുന്നു. ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ചോദനം കുറയുന്നു. ഇനി അതല്ല കയറ്റുമതി ആണെങ്കിൽ മൊത്തം ചോദനത്തെ കൂട്ടുന്നു. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമായി നടക്കുന്നതിന് പണം ആവശ്യമാണ്. അതിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു ബാങ്ക് അച്ചടിക്കുന്ന കറൻസി നിലവിൽ ഇല്ല. എന്താണ്? കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമായിട്ട് നടക്കാനായിട്ട് പണം ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു ബാങ്ക് അച്ചടിക്കുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കറൻസി അവരുടെ ഇടയിലില്ല. അപ്പോൾ ആ ഫാക്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ്, കറൻസിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ മൂല്യം സ്ഥിരമായിരിക്കണം. അപ്പോൾ ഒരു കറൻസിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ മൂല്യം എപ്പോഴും സ്ഥിരമായിരിക്കണം. അതായത് കറൻസിക്ക് സ്ഥിരമായ ഒരു ക്രയശേഷി, അതായത് പർച്ചേസിംഗ് പവർ നിലനിർത്താൻ കഴിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ കറൻസിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ മൂല്യം സ്ഥിരമായിരിക്കണം. അതായത് കറൻസിക്ക് സ്ഥിരമായൊരു ക്രിയാശേഷി, അതായത് പർച്ചേസിംഗ് പവർ നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ മറ്റേത് പോസിബിൾ ആവുള്ളൂ. നെക്സ്റ്റ്, കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യത്തെ അറിയപ്പെടുന്നതാണ് വിദേശ വിനിമയ നിരക്ക്, അല്ലെങ്കിൽ പറയാവുന്ന മറ്റൊരു ടേമാണ് വിനിമയ നിരക്ക് എന്ന്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഒരു ഫാക്റ്റ് എന്താ പറഞ്ഞത്, കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യത്തെ അറിയപ്പെടുന്നതാണ് വിദേശ വിനിമയ നിരക്ക് അഥവാ വിനിമയ നിരക്ക് എന്നും പറയാം. അതിന് ഇംഗ്ലീഷ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഓരോ പോയിൻറ്റും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.